അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി അമ്മാ ബഅദ്. മഹല്ലി ജുസ് 1 പേജ് 30. അവിംഫത്തഹ അതല്ലെങ്കിൽ തുറക്കൽ സിദ്ധിച്ചാൽ ഫൗഖഹ അതിൻ്റെ മേലെ പറഞ്ഞാൽ ഐ ഫൗക്കൽ മാദത്തി ആമാശയത്തിൻ്റെ മേലെ ഒരു ദ്വാരം ഉണ്ടായി. എങ്ങനെ ആമാശയത്തിൻ്റെ മാദത്തിൻ്റെ മേലുണ്ടാകുന്നതിൻ്റെ സൂറത്ത് എങ്ങനെ ബിയാൻ ഇംഫത്തഹ ഈ ദ്വാരം തുറക്കൽ സിദ്ധിച്ചു ഫി സുറത്തി ഒന്നുകിൽ പൊക്കിളിൽ ഒമാ ഫൗക്കാലെ പൊക്കിളിൻ്റെ മേലുള്ളതായിരിക്കും സ്ഥലത്ത്. അപ്പോഴാണ് മാദത്തിൻ്റെ മേലെയാകുക. കാരണം പൊക്കിളിൻ്റെ താഴത്തുള്ള സ്ഥലമാണല്ലോ മാദത്ത്. കമാ ഖാലഹു ദഖായിക്കി ആ മാദത്തിൻ്റെ മേലെയാകുക എന്നുള്ളതിൻ്റെ സൂറത്ത് ഒന്നുകിൽ പൊക്കിളിൽ ദ്വാരം ഉണ്ടാകുക അതല്ലെങ്കിൽ പൊക്കിളിൻ്റെ മേലുള്ള ഉണ്ടാകുക എന്നതിന് ഇമാം നവവി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ ദഖായിക്ക് എന്ന കിതാബ് പറഞ്ഞ പോലെ ഇപ്പോൾ ആമാശയത്തിൻ്റെ മേലെ അഥവാ പൊക്കിളിൻ്റെ മേലെ ഒരു ദ്വാരം ഉണ്ടായി. ബഹുവായത്രത്തിൽ അയ്യൽ അസ്ലിയു ഒറിജിനൽ ദ്വാരമാകുന്നത് മുൻസദ്ദുൻ അടഞ്ഞിട്ടുണ്ട്. ആ നിലക്ക് സുറത്തിൻ്റെ മേലെ ഒരു ദ്വാരം ഉണ്ടായാൽ ഔ തെഹ്തഹ അതല്ലെങ്കിൽ മാദത്തിൻ്റെ താഴെ പൊക്കിളിൻ്റെ താഴെ തന്നെയാണ് ദ്വാരം ഉണ്ടായത്. ബഹുവായത്രത്തിൽ അസ്ലിയായിരിക്കുന്ന അസ്ലിയായ ദ്വാരമാണെങ്കിൽ മുൻഫത്തിയുന്നത് അടഞ്ഞിട്ടില്ല, തുറന്നിട്ടുണ്ട്, അത് ഓപ്പൺ ഉണ്ട്. അതിൻ്റെ പുറത്ത് ഈ പിന്നെ മാദത്ത് പൊക്കിളിൻ്റെ മേലെ വേറൊരു ദ്വാരം ഉണ്ടായി. എന്നാൽ ഫലായം വുളൂനെ മുറിക്കൂലാൽ ഖാരിജ് മിൻഹു ആ തുറക്കൽ സിദ്ധിച്ച അഥവാ പൊക്കിളിൻ്റെ മാദത്തിൻ്റെ മേലെ തുറന്ന ആ ദ്വാരത്ത് കൂടി പുറത്തു വന്നത് എങ്ങനത്തെ പുറത്ത് വന്നത് അൽ മുഅ്തദു പതിവായി വന്ന കാഷ്ടമൂത്രമൊക്കെ അതിൽ കൂടി വന്നു. എന്നാൽ വുളൂനെ മുറിക്കൂല. ഫിൽ അദ്ഹരി അദ്ഹർ പ്രകാരം മുറിക്കൂല. എന്താ മുറിക്കൂല അറിയാൻ കാരണം ലിയന്നഹു കാരണം ഈ പുറത്ത് വന്നതായിരിക്കുന്ന മുഅ്തദാകുന്നത് മിൻ ഫൗഖിഹ അത് ആമാശയത്തിൻ്റെ മുകളിൽ കൂടി അഥവാ പൊക്കിളിൻ്റെ മേലെ കൂടിയാവുമ്പോൾ ബിൽ ഖൈ അസ്ബഹു അത് ഛർദ്ദിച്ചതിനോടാണ് കിട്ടുക. ഛർദ്ദിക്കുമ്പോൾ അങ്ങനെയാണല്ലോ ആമാശയത്തിൻ്റെ മുകളിൽ കൂടി തൊള്ളയെ കൂടിയല്ലേ വരുന്നത്. അതിപ്പോൾ ഒരു നേഴ്സ് പുറത്തേക്ക് വന്നിക്കുകയാണ്, അതുകൊണ്ട് ഉദു മുറിയുന്നില്ലല്ലോ. അപ്പം എന്ന മാതിരി ഇവിടെ ഇപ്പോൾ ഒറിജിനൽ ദ്വാരം ഇവിടെ ഉണ്ടല്ലോ, അതോടുകൂടി പൊക്കിളിൻ്റെ മേലെ ഒരു ദ്വാരം വന്ന് അതിൽ കൂടി വന്നാൽ അത് വായിക്കൂടി ഛർദ്ദിച്ച് വന്ന മാതിരിയാണ്, ഉദു മുറിക്കൂലെന്ന്. എന്താ പിന്നെ ഛർദ്ദിച്ചിനോട് തല്ലിയതുണ്ട് ഈ പൊക്കിളിൻ്റെ മേലുള്ള ദ്വാരത്തിൽ കൂടി വന്നതിനെന്ന് പറയാൻ കാരണം ഇത് കാരണം മാതുഹീലു തബിയത്തു പ്രകൃതി തരംതിരിക്കുന്ന ഒന്ന് ദഹിപ്പിച്ചിട്ട് പുറന്തള്ളുന്ന തരംതിരിക്കുന്ന ഒന്നാവുന്നത് തുദാഫ്യൂഹു തദുഫൂഹു ആ പ്രകൃതി തരംതിരിക്കുന്നതായിരിക്കുന്ന വസ്തുവിനെ പ്രകൃതി തള്ളുന്നുണ്ട്. എങ്ങോട്ട് യാ അസ്ഫലുഹു താഴോട്ടാണ്, അതിൻ്റെ താഴ്ഭാഗത്തേക്കാണ് തള്ളുക. അപ്പോൾ താഴ്ഭാഗത്ത് കൂടി വമിൻ തഹത്തിഹ അപ്പോൾ ഇതിപ്പോൾ ഫൗക്കിലാകുമ്പോൾ എന്നാൽ വമിൻ തഹത്തിയ ഈ മാദത്തിൻ്റെ അടി കൂടിയാകുമ്പോൾ ഉറുവത്തില മഹ്റജിഹി അപ്പോൾ ഇതാണിപ്പോൾ പിന്നെ മുറിയിലുള്ളതിന് ഫൗക്ക് കൂടിയാകുമ്പോഴുള്ള കാരണമാണ് പറഞ്ഞത്. ഇനി തെഹത്ത് കൂടിയാണെങ്കിലും മുറിയിലാന്ന് പറഞ്ഞില്ലേ. ഏത് അസ്ലിയായിരിക്കുന്ന ദ്വാരം തുറന്നു കിടക്കണ് ആ നിലക്കാവ് തെഹത്ത് കൂടിയായി എന്നാലും മുറിയില്ല. അതിൻ്റെ കാരണം പറയാം വമിൻ തെഹത്തിയ എന്നാൽ ആമാശത്തിൻ്റെ അടിയിൽ കൂടി ആ പൊക്കിളിൻ്റെ അടിയിൽ കൂടി വന്നെടുത്ത് ലാദുറൂത്തില മഹ്റജിഹി അവിടെ ഈ പുറപ്പെട്ട സാധനത്തിന് പുറപ്പെടലേക്ക് അത്യാവശ്യമൊന്നുമില്ലല്ലോ, അകത്യമൊന്നുമില്ലല്ലോ. ഫിദായിൽ അസീ തുറന്നെടുക്കണം, അതിൽ കൂടി വന്നാൽ മതിയിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ മുറിയാത്തത്. അപ്പോൾ രണ്ടിടത്തും മുറിയായിരിക്കാനുള്ള അദ്ഹറിൻ്റെ ന്യായം പറഞ്ഞു. എന്നാൽ വസാനി അദ്ഹറിൻ്റെ മുക്കാബിലയാകുന്നത് യങ്കുലു അവർ പറയുന്നത് അസ്ലി അടയലോടുകൂടി മാദത്തിൻ്റെ മേലെ തുറക്കൽ സിദ്ധിച്ച് അതിൽ കൂടി വന്നതും അല്ലെങ്കിൽ അസ്ലി തുറന്നു കിടക്കലോടുകൂടി മാദത്തിൻ്റെ അടിയിൽ കൂടി വന്നതൊക്കെ മുറിയുന്ന അവർ കണ്ടത്. കാരണം എന്താ യന്നഹു കാരണം ഈ പുറത്ത് വന്ന മുഅ്തദായി പുറത്ത് വന്ന സാധനം ദറൂരിയിൽ ഖുറൂജി അതാണ് ഉള്ളിൽ നിൽക്കേണ്ട സാധനമല്ലല്ലോ, എന്തായാലും പുറത്ത് പോയിട്ടേ വേണ്ട സാധനമല്ലേ. പല മഹ്റജു പുറപ്പെട്ട സ്ഥലം ഒന്ന് തെറ്റിയെന്നല്ലേ ഉള്ളൂ. അതുകൊണ്ട് പിന്നെ അകത്തി പുറത്ത് പോയിട്ടേ വേണ്ടൊരു സാധനം പുറത്ത് വന്നൊക്കെയാണ് ഇവിടെ, അതുകൊണ്ട് ഉദു മുറിയുന്ന ന്യായം. അപ്പോൾ തെഹബല അപ്പോൾ അത് പുറപ്പെട്ടിട്ടേ വേണ്ടൊരു സാധനമാണ്. പിന്നെ എന്താ ഉണ്ടായത് ഇവിടെ തെഹബല മഹ്റജുയില മധുക്കിര അത് പുറപ്പെട്ട സ്ഥലം ഈ പറയപ്പെട്ടതായിരിക്കുന്ന പുതിയ സ്പെഷ്യൽ ദ്വാരത്തിലേക്ക് നീങ്ങുന്നല്ലേ ഉള്ളൂ എന്നാണ് ഒരു ന്യായം. വലഹാദ ഈ സാനി പ്രകാരം അഥവാ അങ്ങനത്തെ പിന്നെ അസ്ലി അടയലോടുകൂടി ആമാശയത്തിൻ്റെ അടിയിൽ കൂടി വന്നതായിരിക്കും ദ്വാരത്തിൽ കൂടി വന്നതും
അവരെ ആ അസ്ലി തുറക്കലോടുകൂടി മേൽക്കൂടി വന്നതൊക്കെ മുറിയും എന്ന സാനി പ്രകാരം ലാ യൻഖുലു നാദിറു, ലാ യൻഖുലു വുളുവിനെ മുറിക്കൂല നാദിറു, ആ ദ്വാരത്തിൽ കൂടി അസാധാരണമായിട്ട് വന്നിരിക്കുന്ന ചോര പുഷു പോലത്ത് വുളുവിനെ മുറിക്കൂല, ഫില്ലത് എന്ന പ്രകാരം മുറിക്കൂല. ഇവിടെ എന്ത് പറഞ്ഞു? അവിംഫത്തഹ ഫൗക്കഹ വഹു മുൻസദ്ദു എന്നാണ് പറഞ്ഞത്. ഇനി പൊക്കിളിൻ്റെ മേലെ ഒരു ദ്വാരം സിദ്ധിച്ചു, അസ്ലി അടയാനും മുഹദ്റസ് പറയാം. ഇനി അതല്ല വലവിംഫത്തഹ ഫൗക്കഹ, ആമാശയത്തിൻ്റെ മഴത്തിൻ്റെ മേലെ തന്നെയാണ് തുറക്കൽ സിദ്ധിച്ചതൊക്കെ. പക്ഷേ വല്ല അസ്ലി മുൻഫത്തിഹുൻ, മത്തിൽ പറഞ്ഞ മാതിരില്ല. മത്തിൽ പറഞ്ഞ അസ്ലി അടഞ്ഞിക്കായിരുന്നു, ഇത് അസ്ലിയും ഓപ്പൺ ഉണ്ട്, അതും തുറന്നെടുക്കുന്നുണ്ട്. അതോടുകൂടി പുതിയൊരു സ്പെഷ്യൽ ദ്വാരം ആമാശയത്തിൻ്റെ മേലുണ്ടായി. ഫലാ നഖ്ല, എന്നാൽ അവിടെ അതിൽ കൂടി വന്ന ആ ഫൗക്ക് കൂടി വന്ന അതിൽ വന്ന സാധനം മുഴുവനും മുറിക്കൂല. ഇതുപോലെ കൽക്കൈ ഛർദ്ദിച്ചിക്കാണെ മുറിയൂലെന്ന മാതിരി. അപ്പോൾ ഫീഹി വജുവിന, അവിടെ ഒരു ലൈഫായ അഭിപ്രായം കേട്ടോ മുറിയുന്നു. അതായത് ആമാശയത്തിൻ്റെ മേലെ തുറക്കൽ സിദ്ധിച്ചു, അസ്ലി തുറന്നും കിടക്കുന്നുണ്ട്. അതാണ് തുറന്നു വെച്ചാൽ ആ പിന്നെ തുറക്കൽ സിദ്ധിച്ച പുതിയ ദ്വാരത്തിൽ കൂടി വന്നത് മുറിയുന്ന ഒരു അഭിപ്രായം ഉണ്ട്. വഹൈസു ഖീല ബിൻ നഖ്ലി, വഹൈസു ഖീല പറയപ്പെട്ടിടത്തിൽ ബിൻ നഖ്ലി വുളു മുറിയും എന്ന്. എവിടെ? ഫിൽ മുൻഫത്തിഹി, ഈ പുതിയ തുറക്കൽ സിദ്ധിച്ച ദ്വാരത്തിൽ കൂടി വുളു മുറിയും എന്ന് ചിലയിടത്ത് അതുകൊണ്ട് ചില അതുകൊണ്ട് സാനിയൊക്കെ പ്രകാരം മുറിയും പറഞ്ഞല്ലോ. അങ്ങനെ മുറിയുമെന്ന് പറഞ്ഞിടത്തൊക്കെ ഫഖീല പറയപ്പെട്ടു ലഹു, ഈ തുറക്കൽ സിദ്ധിച്ച പുതിയ ദ്വാരത്തിനൊക്കെയുണ്ട് ഹുക്കുമുൽ അസ്ലി, അസ്ലിയായിരിക്കും ദ്വാരത്തിൻ്റെ വിധിയുണ്ട്. എന്താ അസ്ലിയ ദ്വാരത്തിൻ്റെ വിധി? പിന്നെ ഇജ്സാഇൽ ഇസ്തിൻജായി ഫീഹി ബിൽ ഹജരി, പിന്നെ ഇജ്സാഇൽ ഇസ്തിൻജായി മനോരിക്കൽ മതി എന്നതിനാൽ ഫീഹി, ആ തുറക്കൽ സിദ്ധിച്ചതിൽ എന്തുകൊണ്ട് മനോരിച്ചാൽ മതി? ബിൽ ഹജരി, കല്ല് മതി. അതുപോലെ തന്നെ അത് വെള്ളം തന്നെ വേണ്ട. അസ്ലിയിൽ അങ്ങനെയല്ല, അസ്ലിയിൽ വെള്ളം തന്നെ വേണ്ടല്ലോ. വെള്ളമുള്ളപ്പം തന്നെ കല്ലുകൊണ്ട് മനൊരിച്ചാലും മതിയാവും. പന്നമാതിരി ഈ മുൻഫത്തിഹായ പുതിയ ദ്വാരത്തിലും അങ്ങനെ കല്ലുകൊണ്ട് മനൊരിച്ചാൽ മതിയെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ ഈജാബിൽ വുളുഇ ബി മസ്സിഹി, ആ പുതിയ തുറക്കൽ സിദ്ധിച്ചതായിരിക്കുന്ന ദ്വാരത്തിനെ സ്പർശിച്ചാൽ അതുകൊണ്ട് വുളുവിനെ നിർബന്ധമാക്കപ്പെടുമെന്ന വിഷയത്തിലും അസ്ലീനെ തൊട്ടാൽ വുളുവിനെ നിർബന്ധമാക്കേണ്ടെന്ന മാതിരി. വൽ ഹുസ്ലി, കുളിയെ നിർബന്ധമാക്കുമെന്നതിനാലും എങ്ങനെ? ബിൽ ഈലാജി ഫീഹി, ആ പുതിയ തുറക്കൽ സിദ്ധിച്ച ദ്വാരത്തിലേക്ക് ഹസ്ബനെ പ്രവേശിപ്പിച്ച കാരണം കൊണ്ട്. അതിപ്പോൾ അപ്പോൾ തെഹരീമിൻ്റെ അതിരിയിൽ അതുപോലെ തന്നെ ആ പുതിയ ദ്വാരത്തിലേക്ക് നോക്കൽ ഹറാമാകുക എന്നുള്ള വിഷയത്തിലും എപ്പോൾ ഫോക്കൽ ഔറത്തിൻ്റെ മേലെ അഥവാ സുറത്തിൻ്റെ മേലെ ഒരു പുതിയ ദ്വാരം തുറക്കൽ സിദ്ധിച്ച്, എന്നാൽ ഔറത്തിൻ്റെ മേലാണ് ഇപ്പോൾ ഉള്ളത്, എന്നാലും അവിടേക്ക് നോക്കാൻ പാടില്ല എന്ന വിഷയത്തിലൊക്കെ അസ്ലീൻ്റെ ഹുക്കുമാണ്. അപ്പോൾ അവിടേക്ക് നോക്കാൻ പാടില്ല എന്ന് പറയും സാനി പ്രകാരം. വല്ല ഇതൊക്കെ പശുവിൻ്റെ സാനി പിന്നെ സാനി പ്രകാരം കേട്ടോ. എന്നാൽ അതേ സ്ഥാനത്ത് അതൊക്കെ കീലേ പറഞ്ഞത് അസ്ലിൻ്റെ ഹുക്കുമുണ്ടത്. എന്നാൽ വല്ല അസുഹു, ആ കീലിൻ്റെ മറുഭാഗത്തുള്ള അസുഹാകുന്നത് അൽമൻ. ഈ പുതിയ ദ്വാരത്തിനൊക്കെ ഇപ്പറഞ്ഞ ഹുക്കും, അതായത് കല്ലുകൊണ്ട് മനൊരിച്ചാൽ മതിയാകുക, തൊട്ടിക്കാണെങ്കിൽ വുളു എടുക്കൽ നിർബന്ധമാകുക, അതിൽ കടത്തുകയോ ഒക്കെയാണെങ്കിൽ വുളു നിർബന്ധമാകുക, അല്ലെ കുളി നിർബന്ധമാകുക, അതിലേക്ക് നോക്കൽ ഹറാമാകുക, അങ്ങനത്തെ വിഷയങ്ങളൊന്നും ഇല്ലാതാണ് തലവരപ്പെടുക. എന്താ അറിയാൻ കാരണം? ഈ ഹുറൂജി, ഈ ദ്വാരം പുറപ്പെട്ടതിന് വേണ്ടി എന്തിനെ തൊട്ട് പുറപ്പെട്ടു? അമ്മദിന്നത്തി ഷഹ്വത്തി, ഷഹ്വത്തിനെ ഭാവിക്കലിനെ തൊട്ട്. അസ്ലി അങ്ങനല്ല, അസ്ലിയായിരിക്കുന്ന ലിംഗത്തിനെ നോക്കുമ്പം എതിർകക്ഷിക്ക് വികാരം ഉണ്ടാവും, ഇല ഉണ്ടാവില്ലല്ലോ എന്ന് എന്നെയും എൻ്റെ പിന്നെ കല്ലുകൊണ്ട് മനൊരിക്കൽ പറ്റുന്ന സാനിക്കാരൊക്കെ ഇരക്കാർ പറഞ്ഞത്. എന്നാൽ പറ്റില്ല എന്നല്ല സുഹൈന്. കാരണം എന്താ? ഹുറൂജുൽ ഇസ്തിൻജാഇ ബിൽ ഹജരി, കല്ലുകൊണ്ട് മനൊരിക്കുക എന്നുള്ളത് പുറപ്പെട്ടതിന് വേണ്ടി അനിൽ ഖിയാസി, അത് ന്യായത്തിനെയും വിട്ട് പുറപ്പെട്ട ഖിയാസ് പ്രകാരം വെള്ളം കൊണ്ടാണ് മനൊരിക്കേണ്ടത്. ഒരു റുഖ്സായിട്ട് സംഭവിച്ചതാണ്. അപ്പോൾ കൊണ്ട് അതിനൊന്നും ഖിയാസൊക്കെ വികസിപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ അത് പിന്നെ ഖിയാസിനെയും വിട്ട് പുറപ്പെട്ടാന്ന് നോക്കുമ്പോൾ ഫലായത്തഹദ്ദ, ഈ കല്ലുകൊണ്ട് മനൊരിക്കുക എന്നുള്ളത് വിട്ടുകിടക്കുന്നില്ല അല്ല അസ്ലിയ, അസ്ലീനോട്. അസ്ലിയായിരിക്കുന്ന ദ്വാരത്തിൽ മാത്രമേ കല്ലുകൊണ്ട് മനൊരിക്കാൻ പറ്റൂ. റുഖ്സായതുകൊണ്ട് വന്നിടത്തേ പറ്റുന്നർത്ഥം. ഇതൊക്കെ പറഞ്ഞ പുതിയ സ്പെഷ്യൽ ദ്വാരത്തിനെ കുറിച്ചാണ്. എന്നാൽ നമ്മൾ അസ്ലി ഉണ്ടല്ലോ അവിടെ അടഞ്ഞെടുക്കുന്നുണ്ട്, അതിനെപ്പറ്റി പറയാം. അമ്മല്ല അസ്ലി എന്ന അസ്ലിയായിരിക്കുന്ന ദ്വാരമാകുന്നത് വർഷമൂത്രമൊക്കെ വരുന്ന ആ ദ്വാരം ഹെക്കാമുഹു, അതിൻ്റെ വിധിയാകുന്നത് ബാക്കി തന്നെയാണ്. തൊട്ടാ ഒതുമുറിയ, അതിൽ കിടത്തിക്കുകയാണെങ്കിൽ കുളി നിർബന്ധമാകുക എന്നതൊക്കെ എപ്പോഴും അങ്ങനെ തന്നെയാണ്. അപ്പോൾ വർക്ക് ചെയ്യുന്നില്ലെങ്കിലും ഇതൊക്കെ പറഞ്ഞത് വലവിൻസദ്ദ മഹ്റജുഹു എന്ന്. അപ്പോൾ അവന് ജനിച്ച സമയത്തൊക്കെ ഇങ്ങനെ ഓപ്പൺ ഉണ്ടായിരുന്നു, പിന്നെ അടഞ്ഞു പോയെങ്കിൽ അതിൻ്റെ മുദ്രസ് പറയുക.
ഇനി അങ്ങനെയല്ല, ജനിക്കുമ്പം തന്നെ അടഞ്ഞിട്ടാണ് അതിൻ്റെ വിഷയം പറയാൻ. വലോ ഹുലക്കൽ ഇൻസാനു, വല്ല മനുഷ്യനെയും പടയ്ക്കപ്പെട്ടാൽ മസ്ദൂദൽ അസ്ലിഹി, അസ്ലിയായ ദ്വാരത്തിന് അടയ്ക്കപ്പെടുക. അതിങ്ങനെ നമ്മളെ പറ്റ ബന്ധാക്കിയിട്ടുണ്ട്, അവിടെ ഒരു ഒട്ടയില്ല. എന്നാൽ ഫമുഫത്തിയു, എന്നാൽ അവനെ സംബന്ധിച്ചിടത്തോളം അവനക്ക് തുറക്കൽ സിദ്ധിച്ച് ധാരമാകുന്നത് കൽ അസ്ലിയായിരിക്കുന്ന ധാരം പോലെയാണ്. എവിടെ ഈ വിഷയത്തിൽ ഫിന്തിഖാദിൽ വുളൂഇ ബിൽ ഖാരിജി മിൻഹു, അതിൽ കൂടി പുറത്തു വരലുകൊണ്ട് വുളു മുറിയുമെന്ന വിഷയത്തിലും. ഇപ്പോൾ തെഹത്തൽ മഴത്തി ആമാശയത്തിൻ്റെ അടിയിലാവുമ്പോൾ അല്ല, അതിൽ കൂടി പുറപ്പെട്ട സാധനത്തിൽ വുളു മുറിയുമെന്ന വിഷയത്തിൽ അസിലിനെ പോലെയാണ്. അസിലിൽ കൂടി പുറപ്പെട്ട വുളു മുറിയല്ല, നമ്മതിൽ ഈ ദ്വാരത്തിൽ കൂടി വന്നതിലും വുളു മുറിയും. തെഹത്തൽ മഴത്തിക്കാന ഔഫൂഖഹ, ഈ മുംഫത്തി, ഈ തുറക്കൽ സിദ്ധിച്ച ദ്വാരം അത് ആമാശയത്തിൻ്റെ അഥവാ പൊക്കിളിൻ്റെ താഴെയാവട്ടെ പൊക്കിളിൻ്റെ മേലെയാവട്ടെ, രണ്ടായിരുന്നാലും അതിൽ കൂടി പുറപ്പെടൽ വുളു മുറിയുമെന്ന വിഷയത്തിൽ അസീനെ പോലെ തന്നെയാണ്. വൽ മസ്ദൂദു, പിന്നെ അടയ്ക്കപ്പെട്ടതായിരിക്കുന്ന ആ സൃഷ്ടിപ്പ് തന്നെ അടഞ്ഞു കിടക്കുന്നതല്ല ആ ദ്വാരോ, അത് കൗദുബിൻ സായിദിമിൻ ഖുൻസ, നപുംസകായ വ്യക്തിയിൽ നിന്ന് ഉള്ള അധിക അംഗം പോലെയാണ്. നമുക്ക് രണ്ട് ഉണ്ടാകും, പുരുഷൻ്റെ ലിംഗവും സ്ത്രീൻ്റെ ലിംഗം ഉണ്ടാകുമല്ലോ, അതിൽ വർക്ക് ചെയ്യാത്തതാണ് സായിദായ അംഗം, അതുപോലെയാണ്. അവരുടെ ഉദ്ദേശം ലാജിബി മസ്സിഹി വുളൂൻ, അതിനെ തൊട്ട് നിന്നുകൊണ്ട് വുളു നിർബന്ധമാവില്ല. അലാബി ഈലാജി, അതിനെ ഹസ്ബയിലേക്ക് കടത്തി എന്നുള്ളത് കൊണ്ടോ, അവൽ ഈലാജി ഫി, അതിലേക്ക് കടത്തി എന്നുള്ള കാരണം കൊണ്ടോ ഒന്നും ഹസ്നും കുളിയും നിർബന്ധമാവില്ല. വാലഹുൽ മാവർദിയു. അപ്പം വലവ് ഹുരിക്ക മുതൽക്ക് പറഞ്ഞല്ലോ, വലവ് ഹുരിക്കൽ ഇൻസാനും മസ്തൂദൽ അസ്ലി, അസ്ലി അടയ്ക്കപ്പെട്ട ആൾക്ക് അടയ്ക്കപ്പെട്ടു എന്ന് പറഞ്ഞ് മുതൽക്ക് ഇതുവരെ പറഞ്ഞ വിഷയത്തിനൊക്കെ ഇമാം മാവർദി റളിയല്ലാഹു പറഞ്ഞിട്ടുണ്ട്. ഖാലഫി ഷർഹിൽ മുഹദ്ദബി, ഷെയ്ഖിൻ്റെ മുഹദ്ദബിനിക്ക് ഇമാം നബി റളിയല്ലാഹു ഷർഹ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഷർഹിൽ മുഹദ്ദബിൻ നബിയാൻ പറഞ്ഞു, വലം അറലി ഖൈരിഹി തസ്രീഹം ബി മുവാഫഖത്തിഹി ഔ മുഖാലഫത്തിഹി എന്ന് പറഞ്ഞു. വലം അറ, നബിയാകുന്ന ഞാൻ കണ്ടിട്ടില്ല, ലി ഖൈരിഹി, മാവർദി ഇമാം അല്ലാത്തവർക്ക് കണ്ടിട്ടില്ല, തസ്രീഹൻ ഒരു വ്യക്തമാക്കി പറയല്ലേ. എന്തുകൊണ്ട് വ്യക്തമാക്കി പറയുക? ബി മുവാഫഖത്തിഹി, മാവർദി ഇമാമെ പറഞ്ഞതിനോട് യോജിച്ചുകൊണ്ടോ ആ മുഖാലഫത്തിന് വിയോജിച്ചുകൊണ്ടോ. അവർ പറഞ്ഞതുമാതിരി തന്നെയാണ് അതിൽ അസ്ലീൻ്റെ ഹുക്മ്. അല്ല, മുപ്പരി പറഞ്ഞതിനോട് ഒരു ഹൊലിക്കൽ ഇൻസാനം മസ്തൂദ മുതൽക്ക് പറഞ്ഞില്ല. ആ പറഞ്ഞ വിഷയത്തിനോട് യോജിച്ചുകൊണ്ടോ എതിർത്തുകൊണ്ടോ ഒന്നും ആരും പറഞ്ഞായിട്ട് ഞാൻ കണ്ടിട്ടില്ല. മാവർദി മാത്രമേ പറഞ്ഞതേ കണ്ടിട്ടുള്ളൂ എന്നർത്ഥം. സുബ്ഹാനക്കല്ലാഹു വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത